എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ നല്ല ക്രിസ്പി പരിപ്പ് വടയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് കണ്ട് നല്ല കട്ട സപ്പോർട്ട് തരുന്ന ഇച്ചുവിന് വേണ്ടിയിട്ടാണ്. ഇച്ചു ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇന്നത്തെ നമ്മുടെ പരിപ്പ് വടയും ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. പരിപ്പ് വട നമ്മുടെ വീടുകളിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിലും ഇത്ര ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇതുപോലൊരു പരിപ്പ് വട തയ്യാറാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റ് ആണ്. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ? ഇനി നമുക്ക് പരിപ്പ് വട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 1/2 ഗ്ലാസ് അളവിൽ കടലപ്പരിപ്പും 1/2 ഗ്ലാസ് തന്നെ പീസ് പരിപ്പും കൂടിയാണ്. ഇതുപോലെ 2 തരത്തിലുള്ള പരിപ്പ് വെച്ച് തയ്യാറാക്കുമ്പോഴാണ് വട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നത്. ഇനി എടുത്തിട്ടുള്ള പരിപ്പ് നല്ലപോലെ കഴുകിയതിനു ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് കുതിർത്താൻ മൂടി വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ മാത്രം മതിയാകും പരിപ്പൊന്ന് കുതിർന്ന് കിട്ടാനായിട്ടും. 2 മണിക്കൂറിന് ശേഷം കുതിർന്ന് വന്നിട്ടുള്ള പരിപ്പിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് പരിപ്പ് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ഒന്ന് ചതച്ചെടുക്കണം. 5 കാശ്മീരി മുളകും 4 പച്ചമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകവും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതേ രീതിയിലാണ് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ചതച്ചെടുത്ത ചേരുവകൾ ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളുടെ കൈവശം പെരിഞ്ചീരക പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. എങ്കിലും ഇതുപോലെ ചതച്ചെടുത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അതിൽ നിന്നും ഇത്രയും ഞാൻ പരിപ്പൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പരിപ്പ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അധികം അരഞ്ഞു പോവാതെ ഈ ഒരു രീതിയിലാണ് പരിപ്പ് ചതച്ചെടുക്കേണ്ടതും. അതിനുശേഷം രണ്ടാമതും പരിപ്പിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വടക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അധികം അരയാതെ വേണം നമുക്ക് ഈ പരിപ്പൊന്ന് ചതച്ചെടുക്കാനായി. എടുത്ത പരിപ്പിലേക്ക് 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ സവാള ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം. സവാളയ്ക്ക് പകരമായിട്ട് കൊച്ചുള്ളി ചേർക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പരിപ്പ് വടയ്ക്ക് നല്ലൊരു കോട്ടിങ്ങിനായിട്ട് 1 സ്പൂൺ അളവില് കടലപ്പൊടിയും നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അളവില് വറുത്ത അരിപ്പൊടിയും ഇനി വടയ്ക്ക് നല്ല സ്വാദും നല്ല മണമൊക്കെ കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവില് കായപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വാടി കിട്ടുന്നതും. സവാള സോഫ്റ്റ് ആയിട്ട് വാടി വന്നില്ലെങ്കിൽ നമ്മൾ പരിപ്പ് വട തയ്യാറാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നമുക്ക് മാറുന്നതാണ്. ഇനി കുഴച്ചെടുത്ത പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പരിപ്പ് വട കഴിക്കുമ്പോൾ ഈ ഒരു പരിപ്പ് കടിക്കുന്നത് നല്ല സ്വാദായിരിക്കും. ഇനി നമുക്ക് ഈ പരിപ്പ് വട ഉരുട്ടിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. കൈകൊണ്ട് ഉരുട്ടി നോക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് ഷേപ്പായിട്ട് ഉരുണ്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ പരിപ്പ് വട തയ്യാറാക്കുന്ന മാവ് കറക്റ്റ് ആണ്. ഇനി പരിപ്പ് വട തയ്യാറാക്കുമ്പോൾ ഒരേ ഷേപ്പിലും ഒരേ കട്ടിയിലൊക്കെ കിട്ടുന്നതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് പരിപ്പ് വടയുടെ മാവ് വെച്ച് ഈ ഒരു രീതിയിലേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പരിപ്പ് വട നല്ല ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ നമ്മുടെ മക്കൾക്കും ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ അവരുടെ കൈയൊന്നും പുകയാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ ഞാനിവിടെ എല്ലാ പരിപ്പ് വടയും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സൂത്രം ഉപയോഗിച്ചാൽ നമ്മുടെ 2 കൈയിലും വെച്ച് പരിപ്പ് വെച്ച് പ്രസ് ചെയ്തെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ പരിപ്പ് വടയെല്ലാം ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി പരിപ്പ് വട പൊരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഓരോ വടയും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ചട്ടിയിലേക്ക് ആവശ്യമായ പരിപ്പ് വട ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമായിരിക്കണം പിന്നെ നമുക്ക് പൊരിച്ചെടുക്കേണ്ടതും. പരിപ്പ് വട ഒരു വശം പാകമായതിനു ശേഷമാണ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ടതും. നല്ല സ്വർണ്ണ നിറത്തിലേക്കായി വന്നാൽ പിന്നെ നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അതിനുശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് കൂടെ മാറ്റാം. ഇനി രണ്ടാമത് നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക
വെക്കുവാണെങ്കിൽ നിമിഷ നേരത്തിലാണ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും പരിപ്പുവട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ഒരു പരിപ്പുവട കൂട്ടിലേക്ക് പെരിഞ്ചീരകവും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതും നല്ല മുരുമുരാന്ന് തന്നെയാണ് നമ്മളിവിടെ മുരിച്ചെടുത്തിട്ടുള്ളതും. ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഏവരും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി പരിപ്പുവട എല്ലാവരും വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തന്ന ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.